അല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്തരത്തിലുള്ള മതരാഷ്ട്രവാദം, ഇവിടെ മതരാഷ്ട്രവാദം ഉയർത്തുന്ന ആരാ? ലക്ഷ്മി, അതൊന്ന് കൃത്യമായിട്ട് നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ചർച്ച പോരുത്. ആരാണ് ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നത്? മതരാഷ്ട്രവാദം ഉയർത്തുന്നുണ്ട്, അത് മാറ്റി നിർത്തുന്നില്ല. അതാണ് 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 അപ്പൊ നോക്കൂ, പലപ്പോഴും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അനുഭവസ്ഥരാണ്, അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം വിഘടനവാദവും ഉയർത്തുന്നത് RSS ആണ്, ഇല്ലേ? ആ RSSന്റെ മതരാഷ്ട്രവാദത്തോട് സന്ധി ചെയ്തവരല്ലേ ഇവർ, ഇല്ലേ? RSS പല പ്രോക്സികൾ വെച്ചിട്ടാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. മഹാത്മാഗാന്ധിയെ കൊന്ന സംഘടന ഹിന്ദു മഹാസഭയാണ്. ആ ഹിന്ദു മഹാസഭയ്ക്ക് സംഘപരിവാറുമായി യാതൊരു ബന്ധവുമില്ല. ലക്ഷ്മിക്ക് ഹിന്ദു മഹാസഭ സംഘപരിവാറിൻ്റെ ശബ്ദമല്ലാതും ആ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരുന്ന ഈ ലോകത്തിന് ഹിന്ദുത്വം എന്ന ആ വർഗീയ ആശയം നൽകിയ VD സവർക്കറിന് ഹിന്ദു മഹാസഭയായിട്ട് ബന്ധമില്ലാന്ന് ലക്ഷ്മി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. നാളെ അങ്ങനെ ഒരു പ്രസ്താവന CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ഉറപ്പായും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.